ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഹൃദ്രോഗം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുകയാണ്. നേരത്തെയെല്ലാം പ്രായമായ ആളുകളെയാണ് ഹൃദ്രോഗമൊക്കെ വേട്ടയാടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ചെറുപ്പക്കാരെ ഉൾപ്പെടെ പുതിയ ജീവിതശൈലിയുടെ എല്ലാം ഭാഗമായിട്ട് വലിയ രൂപത്തിൽ അവരുടെ ജീവൻ കവർന്നെടുക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അത്തരം ഹൃദ്രോഗത്തിൻ്റെ തുടക്കഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള CPR കൊടുക്കേണ്ട ഒരു പരിശീലന പരിപാടി DYFI ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1 ലക്ഷം യുവതീ യുവാക്കളെ ഇതിൻ്റെ പ്രധാന വളണ്ടിയർമാരായി യൂത്ത് ബ്രിഗേഡ് എന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DYFI 1 ലക്ഷം ആളുകൾക്ക് CPR പരിശീലനം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കും. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും പദ്ധതിയുടെ പ്രഖ്യാപനവും നാളെ നമ്മുടെ സമ്മേളന ഹാളിൽ വെച്ച് രാവിലെ നടക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. CPRൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ധാരാളം ആളുകൾ ഹൃദ്രോഗം വന്ന് മരിച്ചിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഒരു CPR കൊടുത്തെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ആശുപത്രി അപ്പോൾ അത് കൊടുക്കാൻ അതിനെക്കുറിച്ചൊക്കെ അറിയെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അത്ര ആളുകൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ CPR ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എണ്ണം വളരെ കുറവാണ് ആയിരിക്കും, നല്ല കുറവ് തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ അതിന് DYFI ഒരു ക്യാമ്പയിൻ നടത്തിയാൽ അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ പറ്റും. DYFI ടാർഗറ്റ് ചെയ്തുകൊണ്ട് 1 ലക്ഷം ആളുകളെ CPR പരിശീലനം ഇറക്കും. ഒരു മേഖലയിൽ 30 പേര് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ആളുകളെ രംഗത്തിറക്കും. നമ്മളിപ്പോൾ ഒരു ചുരുങ്ങിയത് 30 ഉണ്ട്. ഒരു യൂണിറ്റിൽ 5 പേരെങ്കിലും ഇത് പഠിപ്പിക്കും. ഒരു യൂണിറ്റിൽ 5 പേരെയെങ്കിലും ഇതിൻ്റെ വളണ്ടിയർമാരായി ഞങ്ങൾ പരിശീലനം കൊടുത്ത് രംഗത്തിറക്കും. പിന്നെ ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഈ നാട് ഇത് ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ബഹുജന ക്യാമ്പയിനായിട്ട് ഇത് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. യൂത്ത് ബ്രിഗേഡിലൂടെ ഈ പരിശീലനം വ്യാപിപ്പിക്കാനാണ്. ജനങ്ങൾക്കാകെ ആൾക്കൂട്ടത്തിലൊക്കെ ഇത് സംഭവിക്കാമല്ലോ, ആർക്കും ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്.